ഹലോ ഗൈസ്, നമ്മളിവിടെ ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എണീക്കാം, എപ്പോൾ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം എന്ന മട്ടാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇന്നലെ എണീറ്റത് ഒരു 6:30 ആ ടൈമിലാണ്. ഫാസ്കൾക്ക് ഫുഡ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പത്തിരി ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് ഒരു 9:45 ആ ടൈമിൽ. എന്നിട്ട് സാധനം ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ നിന്ന്. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോയി. ഇതാണെങ്കിൽ ഫുൾ ഹാപ്പിനെസ്സാണ് എപ്പോഴും എൻ്റെ മുഖത്ത്. അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല ഹാപ്പിയാണ് രാവിലെ എണീറ്റ് നോക്കാൻ തന്നെ. എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്ക്കൊക്കെ പത്തിരി കൊടുത്തപ്പോൾ പിന്നെ നമുക്ക് പത്തിരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ജാതി ഞാൻ കിച്ചണിൽ കൊടുന്നിരുത്തും. എന്നിട്ട് അവന് കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവനും ഹാപ്പിയാവും, ഞാനും ഹാപ്പിയാവും. മിൽക്ക് കുറച്ചുണ്ട് അവനക്ക് മിൽക്ക് ഒഴിക്കണം പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് മിൽക്കൊക്കെ ഒഴിപ്പിച്ച് അങ്ങനെ അവനും ഹാപ്പിയായി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് അത് കുടിച്ചാൽ തന്നെ രാവിലെ തന്നെ ഒരു സമാധാനമായിരിക്കും തൊണ്ടക്കൊക്കെ. നമ്മൾ മേലെ വെച്ചിരുന്ന ലീവ്സിൻ്റെ ഇത് പൊട്ടിച്ചടിക്കണം, അതിനെ സെറ്റാക്കണം. രാവിലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. ആ സമാധാനം നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ. പിന്നെ ഈ ഇല ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഞാൻ ഫാസ്കാനോട് വാങ്ങിപ്പിച്ചതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇല ഇങ്ങനെ വെട്ടിയാൽ മതി, ഇവിടെയൊക്കെ പൈസ കൊടുത്ത് വാങ്ങാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടു. ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാണ്. കാരണം ഇനി ആ ഇല വെച്ചാൽ പിന്നെ അത് കേട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. ദോശ പറയുമ്പോൾ നമ്മൾ പൊടി കലക്കിയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ദോശ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് ഇതൊക്കെ കഴിക്കും ഈ ദോശയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ പൊട്ടിയ സാധനം സെറ്റാക്കണം ഞാൻ. എനിക്കാണെങ്കിലോ ഒരു ചെറിയ കാര്യം മതി, അതിങ്ങനെ സെറ്റായി കിടക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് നമ്മൾ ചോറിഞ്ഞുമ്പോൾ അതാക്കാം കേട്ടോ. ദോശ 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 ഓയിക്കോയി. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച അരിഷ്ടമാണ്. എനിക്ക് അരിഷ്ടം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാൻ കുടിക്കലുണ്ട്. ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ ബീഫ് കട്ട് ചെയ്യാൻ നിന്ന്. അയ്യോ ബേബാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ്. ബീഫ് അങ്ങനെ കുറച്ചുകൂടെ മസാലകളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെച്ച്. അപ്പോഴാണ് സായി ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കണേ. അതുകൂടെ വീഡിയോ എടുക്കാൻ വിചാരിച്ച്.
പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മൾ പൊതിച്ചോറ് സെറ്റാക്കുകയാണ്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ, കുറേ ഒന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബീഫ്, പപ്പടം, ഉപ്പേരി, പിന്നെ ഓംലെറ്റ്, അച്ചാർ, അതൊക്കെ ആയി. ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കണം വിചാരിച്ച്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പൊതിച്ചോറ് കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് തുറന്നപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും വൃത്തിയാക്കി കിച്ചണൊക്കെ സെറ്റായി. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യും. ഡോറ്, കബോർഡ്, കിച്ചണിൻ്റെ എല്ലാ ഐറ്റംസും, അതുപോലെ ഹാള്, ചെയേഴ്സ്, അങ്ങനെ എല്ലായിടത്തും കേട്ടോ. വിൻഡോസൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സ്റ്റൗവൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യണ്ടായിരുന്നു. എന്നും ക്ലീൻ ചെയ്യും, പക്ഷേ ഡീപ്പ് ക്ലീനിങ് എന്നുള്ളതിൽ ഞാൻ ഇന്നാണ് അത് ചെയ്തത്. അപ്പോൾ ഇന്നാ ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലേറ്റായി എല്ലാത്തിനും. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായി. അങ്ങനെ പിന്നെ കുറച്ച് നേരം ജാതിൻ്റെ കൂടെ കാർട്ടൂണൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കലാണ്. അത് ഞാൻ അതിൽ കൂടെ ഉൾപ്പെടുത്തുന്നില്ല. നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.